ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സത്യാന്വേഷണം ലെവലേശമില്ലാതെ രാഷ്ട്രീയ വിവാദം മാത്രം ലക്ഷ്യമിട്ടുള്ള മാധ്യമപ്രവർത്തനം, അതാണ് മലയാള മനോരമയുടെ ED സമൻസ്. ശരിയായി കാര്യങ്ങളെ സമീപിക്കുന്ന വാർത്താരീതി ആയിരുന്നെങ്കിൽ ED 2023 പയറ്റിയ സമൻസ് തന്ത്രം തുറന്നു കാട്ടേണ്ടി വന്നേനെ. EDക്ക് തന്നെ പാളിപ്പോയ 23 ആ സമൻസിനെ 2025 മുഖ്യ വാർത്തയാക്കുന്ന മനോരമയ്ക്കും പിന്നാലെ വന്ന മാതൃഭൂമിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്കും അവരുടെ പണിയിലെ നെറികേടിനെ തുറന്നു കാട്ടുന്നതായി മാറി മുഖ്യമന്ത്രി പിണറായിയുടെ ഓരോ മറുപടിയും. വ്യക്തമായി ആർക്കയച്ചു, എവിടേക്കയച്ചു എന്നൊന്നുമില്ലാത്ത അടിമുടി ദുരൂഹമായ ഒരു കഷ്ണം കടലാസാണ് ED സമൻസ്. അതിൽ അപാകത തോന്നാത്ത മാധ്യമപ്രവർത്തനത്തിന് കാര്യമായ കുഴപ്പമുണ്ട്. മാപ്രാവിളികൾക്ക് അർഹരാണെന്ന് സ്വയം തെളിയിക്കുന്നു. എത്ര തവണയായി, എത്ര കാലമായി ഈ പണി തുടരുന്നു? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനെ മാസപ്പടി എന്നതിലേക്ക് ചുരുക്കുന്ന മാധ്യമ കുബുദ്ധി. സ്വർണ്ണക്കടത്തിൽ നേരായി എന്തെങ്കിലും എഴുതിയോ, പറഞ്ഞോ? ലാവലിൻ കാലത്ത് എഴുതിയ വാർത്തകൾ പലതും മാധ്യമപ്രവർത്തനം എന്താവരുത് എന്നതിനുള്ള നല്ല പാഠമായിരുന്നു. ലാവലിനുമായി ബന്ധപ്പെട്ട് അന്നത്തെ ധനകാര്യ സെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി ഫയലിൽ കുറിച്ചുവെന്നാണ് മലയാള മനോരമ ദിനപത്രം അക്കാലത്ത് കണ്ടെത്തിയത്. കാലങ്ങളോളം മനോരമയുടെ ചെലവിൽ പ്രചരിപ്പിച്ചു. അതൊരു പച്ചക്കള്ളമായിരുന്നു. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്ക് 100 വട്ടം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം. ഈ വേട്ടയാടലുകളെ നേരിട്ട രീതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധേയമാണ്. കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടില്ല. ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നിട്ടുള്ളൂ. ഇതായിരുന്നു എൻ്റെ ഒരു രീതി. എന്തെല്ലാം കണ്ടതാണ് ഞാൻ. നിങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത്? അതിതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇതൊന്നും മേശില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിന് എനിക്ക് കഴിഞ്ഞത്. സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കാനുള്ള ശ്രമം ഈ മട്ടിൽ ഇനിയും പ്രതീക്ഷിക്കാം. പറഞ്ഞതെല്ലാം കളവായാലും തെറ്റായാലും എഴുതിക്കൊണ്ടേയിരിക്കും. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നതിൻ്റെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന കാരണത്താലും പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ വ്യാജ വാർത്തയുടെ കുന്തമുനകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചു. ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ കമല ഇൻ്റർനാഷണലും തൃശ്ശൂരിലെ പ്രവാസിയുടെ വീടിൻ്റെ ചിത്രം നൽകി പിണറായിയുടെ രമ്യഹർമ്മ്യം എന്നുവരെയും പ്രചരിപ്പിച്ചു. കൈതോലപ്പായയും ഈന്തപ്പഴത്തിലെ സ്വർണ്ണക്കുരുവും അടക്കം കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഉപജാപകർക്ക് സ്വയം കുഴികുത്തലായി. CMRLൻ്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. വ്യാജ വാർത്തയുടെ കുഴലൂത്തുകാർക്ക് നീതിപീഠമാണ് കണക്കിന് കൊടുത്തത്. അത് വാങ്ങി പോക്കറ്റിലിട്ടവരുടെ അനുചരന്മാരുടെ പുതിയ വ്യാഖ്യാനമാണ് ED സമൻസ്. വാർത്തയാക്കുന്ന വാർത്താഭാസങ്ങൾ. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM, അതുപോലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ, അതുപോലെ ശ്രീ KG ബിജു. അദ്ദേഹത്തിൻ്റെ ന്യൂസ് ബുള്ളറ്റ് എന്ന യൂട്യൂബ് ചാനൽ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചും അതുപോലെ മുഖ്യധാര മാധ്യമങ്ങളുടെ മാധ്യമ നൈതികതയൊക്കെ വിട്ട് ഇത്തരത്തിലേക്ക് പക്ഷപാതപരമായി ഉള്ളടക്കമില്ലാതെ നുണകൾ വാർത്തകളാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചർച്ചയുടെ തന്നെ തലക്കെട്ടായി മാറുന്ന വാർത്തകളാക്കുന്ന വാർത്താഭാസങ്ങൾ ഏതൊക്കെ, എങ്ങനെയൊക്കെ എന്ന് ചൂണ്ടിക്കാട്ടുന്ന നിരവധി വീഡിയോകൾ ഇപ്പോൾ തന്നെ കേരളീയ സമൂഹത്തിൽ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഇവർ 3 പേരുമാണ് ഉള്ളത് എന്നതുകൂടി, ഇത് തർക്കവിതർക്കങ്ങൾക്കപ്പുറം വസ്തുതകൾ കുറേയേറെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന കരുതലോടെ തന്നെയാണ്, ഒരു എഡിറ്റോറിയൽ കരുതലോടെയാണ്, ചിന്തയോടെയാണ് ഈ ചർച്ചയിലേക്ക് ഇവർ 3 പേരും എത്തുന്നത്. ഞാൻ അരുണിലേക്ക് ആദ്യം, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ പ്രതികരിക്കുന്നുണ്ട്. മാത്യു കുഴൽനാടൻ്റെ പ്രതികരണമാണ് അവസാനം വന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ് എന്നാണ് മാത്യു കുഴൽനാടൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ആരോ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നുണ്ട്, മാത്യു കുഴൽനാടൻ ഏതെങ്കിലും ഒരു കോടതിയിൽ പോയിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്ന് കോടതിയിലേക്കൊക്കെ പോകുമോ എന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയിരിക്കുന്നതും സാന്ദർഭികമായി കാണാനിടയായി. അനിലക്കര ഇത് കേട്ടപാടെ ഇന്നലെ ഒരു പെറ്റീഷനുമായി ഇറങ്ങി. ലൈഫ് മിഷൻ എന്ന് കേട്ടപ്പോഴാണ് അക്കരെ ഇറങ്ങിയത്. അപ്പോഴാണത് ഇന്ന് അടുത്ത ദിവസം അത് ലാവലിനായി മാറിയത്. VD സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വൈകാരിക പ്രകടനം എന്ന നിലയിലാണ് അദ്ദേഹം ഇന്നലത്തെ പ്രതികരണത്തെയൊക്കെ കണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിലേക്ക് വന്നാൽ ശ്രീ അരുൺ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അവരുടെ
ലീഡ് വാർത്ത, ഒരു പത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലീഡ് വാർത്തയുടെ മുകളിൽ തന്നെ പറയുന്നത് ലാവ്ലിനുമായി ബന്ധപ്പെട്ടാണ് സമൻസ് എന്ന മട്ടിലാണ്. അത് താഴേക്ക് വന്നാൽ മറ്റൊന്നാണ് എഴുതുന്നത്. അങ്ങനെ പരസ്പര വിരുദ്ധമായി ആ വാർത്തയും വന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം ഈ പറയുന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന, വിമർശിക്കുന്ന, എന്തും പ്രചരിപ്പിക്കുന്ന, വസ്തുതകളുടെ ഒരു ലെവലേശം വേണ്ടാതെ നിലപാടുകൾ ആക്കി മാറ്റുന്ന മനുഷ്യർ, അതിൽപ്പെട്ടതാണല്ലോ ഇപ്പോൾ മാത്യു കുഴൽനാടൻ, അല്ലെങ്കിൽ അക്കര പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, മലയാള മനോരമ ദിനപത്രം, ഇവരുടെയൊക്കെ ഇതിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ഈ പെരുമാറ്റം എങ്ങനെയുണ്ട്? അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അരുൺകുമാർ വിലയിരുത്തുന്നത് എന്താണ്, എങ്ങനെയാണ്? ഇവിടെ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കേവലം 2 മാസമേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി ഒരു 5 മാസ കാലയളവുണ്ട്. 5 മാസം എന്ന് പറഞ്ഞാൽ ഒരു 20 ആഴ്ച കഷ്ടിയുള്ളൂ. അപ്പോൾ കേരളത്തിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്ത് മലയാള മനോരമ നടത്തുന്ന സ്ഥിരം പ്രവൃത്തിയായ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത സൃഷ്ടിച്ച് പ്രചരിപ്പിക്കലും അതൊരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന മനോരമ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷെ ഇത്തവണ ആ വാർത്ത ഒരു ദിവസം പോലും ഓടിയില്ല. ജനങ്ങൾക്കൊക്കെ സത്യം മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമൻസ് ED അയച്ചത് എന്ന് പറഞ്ഞ് വലിയ വാർത്ത ഒരു ദിവസം വലിയ അക്ഷരത്തിൽ തന്നെയാണ് വാർത്തയുടെ ഹെഡിങ്ങും എല്ലാം കൊടുത്തത്. പിറ്റേ ദിവസം മറ്റൊരു ചാനൽ അതിലല്ല ലാവലിനിലാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. അപ്പോൾ തിരുത്തി കൊടുക്കുന്ന വാർത്ത അല്ല ഇതിലാണ് എന്ന രൂപത്തിൽ. നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുടെ മകൻ +1 പഠിക്കുമ്പോൾ 16 വയസ്സുള്ള സമയത്താണ് ഈ ലാവ്ലിൻ കരാറും മറ്റും ഉണ്ടാകുന്നത്. അതിനുശേഷം പിണറായി വിജയൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. ലാവ്ലിൻ വിവാദം വലിയ തരത്തിൽ കത്തിക്കേറി വന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസ്താവനയൊക്കെ, ഒരു ഇന്റർവ്യൂ ഒക്കെ ഇന്ന് പൊതുസമൂഹത്തിലുണ്ട്. എന്റെ മുന്നിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ പിണറായി വിജയൻ അതിൽ പ്രതിയായിരുന്നില്ല. അതിനുശേഷം ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന്റെ 2-3 ദിവസം മറ്റു പല സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഞാനിത് CBI എൻക്വയറിക്ക് വിട്ടത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തോ ആയിക്കോട്ടെ, CBI കോടതി ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ പോലും യോഗ്യമായിട്ടുള്ള കേസല്ല എന്ന് കണ്ടെത്തി ആ കേസ് ഡിസ്ചാർജ് ചെയ്തു. ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കിയില്ല. ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണല്ലോ. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി CBI വിശദമായ വാദം കേട്ട് ആ CBI കോടതിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കാൻ യോഗ്യമായിട്ടുള്ള കേസല്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇപ്പൊ സുപ്രീം കോടതി വന്നപ്പോഴും പല ഘട്ടത്തിൽ വാദത്തിന് വരുമ്പോഴും തെളിവിന്റെ ഒരു കണിക പോലും ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രം സമയമെടുത്ത് ഇത് വാദം കേൾക്കാം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. അന്ന് CBI കേസ് മാറ്റി. പിന്നെ തുടർച്ചയായി 43 തവണയാണ് CBI തന്നെ ആവശ്യപ്പെട്ട് ഈ കേസ് അഡ്ജേൺ ചെയ്ത് മാറ്റിയത്. അതായത് ഈ കേരളത്തിലെ ഒരു കോടതിയിലും ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കി ഫയൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതൊന്ന് ചാർജ് ഫ്രെയിം ചെയ്യാൻ പോലും യോഗ്യമല്ലാത്ത കേസെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ EDക്ക് അത് അന്വേഷിക്കാൻ കഴിയുക. അതായത് രാജ്യത്ത് ഒരിടത്തും ഒരു FIR ഇപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഡിങ് ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഏതെങ്കിലും തരത്തിൽ EDക്ക് വന്ന് അന്വേഷണം നടത്താൻ കഴിയുക. അപ്പോൾ ഒരു വ്യാജ സമൻസ് ഉണ്ടാക്കി അത് അയച്ചു എന്ന് പറയുന്നു. ഒരു സമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കാണോ സമൻസ് അയക്കുന്നത് അയാൾക്ക് സെർവ് ചെയ്ത് ഒപ്പിട്ട് മേടിക്കണം. ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് സമൻസ് ആകില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കി മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് എത്തിയിട്ടില്ല, മകനും സമൻസ് കൊടുത്തതായിട്ട് ഒരറിവുമില്ല എന്ന്. അപ്പൊ 2 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഊതി വീർപ്പിച്ചെടുത്ത് വലിയ വാർത്തയായി സംപ്രേഷണം ചെയ്ത് ഇന്നലെ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്ത് ആ ചർച്ച പൊലിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, അത് കേട്ടപാടെ കേൾക്കാത്ത പാടെ UDFന്റെ നേതാക്കളും രംഗത്ത് വരികയാണ്. ചില മാധ്യമ പ്രവർത്തകരടക്കം രംഗത്ത് വരികയാണ്. എന്നിട്ട് പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പം മറുപടി പറയണം, മുഖ്യമന്ത്രി രഹസ്യമാക്കി വെച്ചു, അത് ചെയ്തു ഇത് ചെയ്തു. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് മുൻ ഒരു DCC ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ, എന്താണോ മനോരമയുടെ ഹെഡിങ് ആയിട്ട് പുറത്തു വരുന്ന വാർത്ത, ആ വാർത്തയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അന്ന് പത്രസമ്മേളനം നടത്തി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് അന്ന് മുതൽ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ഒരു പൊളിറ്റിക്സും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാനില്ലാത്ത UDF ഈ മനോരമയുടെ വ്യാജ വാർത്തയും പൊക്കിപ്പിടിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം, അഭിഭാഷകൻ കൂടിയായ കുറെ നാളായി, വർഷങ്ങളായി അരുൺ സാന്ദർഭികമായി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ K-ഫോൺ അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ അഴിമതി ആരോപിച്ച് ഹൈക്കോടതിയിലേക്ക് പോയ മുൻ പ്രതിപക്ഷ നേതാവും
പോയിരുന്നു. അന്ന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. കോടതി ആ ഹർജി പൂർണ്ണമായും തള്ളി. മാത്രമല്ല ആ നടപടിക്രമങ്ങളൊക്കെ ശരിവെച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്നും കൂടി ഏതാണ്ട് ഒരു 45 പേജുള്ള ആ വിധിന്യായത്തിൽ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഹർജിക്കാരൻ അവതരിപ്പിച്ച എക്സിബിറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ കോടതി ഭാഷയിൽ പറഞ്ഞാൽ തെളിവുകളായി സമർപ്പിക്കുന്നത് ഹർജിക്കൊപ്പം. ആ എക്സിബിറ്റ്സിൽ ഒന്ന് താങ്കൾ ഈ പറഞ്ഞ പോലെ മലയാള മനോരമയിൽ വന്ന ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയായിരുന്നു എന്നതുകൂടി അന്ന് സാന്ദർഭികമായി കഴിഞ്ഞൊരു ചർച്ചയിൽ ഞങ്ങളത് പറയുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് അന്നും ആധാരമാക്കിയത് അതിനെയാണ്. പൂർണ്ണമായും കോടതി അത് തള്ളിക്കളഞ്ഞു എന്നുള്ളത് വേറെ കാര്യം. ഞാനിപ്പോൾ സാന്ദർഭ്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഓർത്തു പറഞ്ഞ ഒരു കാര്യം കൂടി പക്ഷേ അരുണിനോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ പല കേസുകൾ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തമാണ് കമന്റ് ചെയ്തോളൂ, പറഞ്ഞോളൂ. അതെ, വ്യക്തമാണ്. എത്രയോ വ്യാജ വാർത്തകളാണ് സൃഷ്ടിച്ചത്. ഇപ്പം മാസപ്പടി എന്നൊരു പ്രയോഗം തന്നെ മനോരമ കണ്ടെത്തി. അത് എത്ര മാസങ്ങൾ, ഏകദേശം 7-8 മാസം മനോരമയുടെ മുഖ്യധാര വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി, കോട്ടയം വിജിലൻസ് കോടതി, അതുപോലെ മൂവാറ്റുപുഴയിലെ വിജിലൻസ് കോടതി എല്ലാവരും അത് തള്ളിക്കളഞ്ഞല്ലോ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു പരാതിയാണെന്ന് കണ്ടെത്തി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് വിശദമായി വാദം കേട്ടു. അമിക്കസ് ക്യൂറിയെ വെച്ച് തന്നെ പരിശോധിച്ചു. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും രേഖയുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് അവസാനം പറഞ്ഞു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ല, ഒരൊറ്റ സിമ്പിൾ രേഖ പോലും ഹാജരാക്കാൻ ശ്രീ മാത്യു കുഴൽനാടൻ MLAക്കോ മറ്റുള്ളവർക്കോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ കേസ് തള്ളിയപ്പോൾ പറഞ്ഞു ഭാവിയിൽ ഏതെങ്കിലും രേഖ താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ അതാത് സമയത്ത് വിജിലൻസ് കോടതിയെ സമീപിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ മാത്യു കുഴൽനാടൻ നേരെ പോയത് സുപ്രീം കോടതിയിലേക്കാണ്. ആ സുപ്രീം കോടതി വാദം കേട്ട് കേസ് മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തേണ്ടത് ജനങ്ങൾക്കിടയിലാണ്, അതിനുവേണ്ടി ഈ കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. ആ സമയത്തും വാദം തുടർന്നപ്പോൾ പറഞ്ഞു ഇനി ഒരു അക്ഷരം വാദം പറഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈൻ ഈടാക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എത്ര ഗൗരവത്തോടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് വ്യാജ വാർത്തകളുടെ ഒരു വലിയ ഒരു സംഘാടനം നടത്തി. എന്നിട്ട് മാസങ്ങൾ വർഷങ്ങൾ ചർച്ച നടത്തി. കേരളത്തിൽ എല്ലാ മേഖലയിലും അത് വലിയ ചർച്ചയാക്കി മാറ്റിയപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ നിഷ്കരുണം അതെടുത്ത് പുറത്തു കളയുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ നിയമ പോരാട്ടം തുടരും. അവർക്ക് തുടരാം. ഇപ്പം ഇനിയുള്ളത് ഇന്റർനാഷണൽ കോടതി, ഹേഗിലെ കോടതി മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുവന്ന എല്ലാ വാർത്തകളും പൊളിഞ്ഞ് പാളീസായപ്പോൾ ഇനി ആദ്യം അച്ഛനെതിരെ കൊണ്ടുവന്നു. നമുക്കറിയാം 1999 മുതൽ 26 കൊല്ലമായിട്ട് ലാവലിൻ കേസ് ചർച്ച നടത്തുന്നു. പക്ഷേ ഒരിടത്തും അങ്ങ് എത്തിയില്ല. വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടു. അതിനുശേഷം ശ്രീ പിണറായി വിജയന്റെ ഭാര്യ ശ്രീമതി കമലയ്ക്കെതിരെ ആരോപണം കൊണ്ടുവന്നു. കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അങ്ങ് സിംഗപ്പൂരിലുണ്ട് എന്ന് പറഞ്ഞ് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. എത്രയോ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്നു. കേരളത്തിന്റെ പൊതുസമൂഹം അത് പുച്ഛിച്ച് തള്ളിയപ്പോൾ ഒരൊറ്റ ലാസ്റ്റ് പേജിൽ പോലും ഒരു തിരുത്തു വാർത്ത കൊടുക്കാൻ ഇവിടുത്തെ കുത്തക മാധ്യമങ്ങൾ തയ്യാറായില്ല. അതുപോലെ ചാവക്കാട്ടെ ഒരു വ്യവസായിയുടെ വീട് കാണിച്ച് സഖാവ് പിണറായി വിജയന്റെ പിണറായിയിലെ വീടാണ് എന്ന് പറഞ്ഞ് ആക്ഷേപം നടത്തിയ മാധ്യമങ്ങളെ നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എല്ലാം നമ്മൾ കണ്ടു. അവസാനം ആ വ്യവസായി തന്നെ രംഗത്ത് വന്നു, ഇത് എന്റെ വീടാണ്, അതിന്റെ ചിത്രം വെച്ച് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ 2 കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ട് വഴി GST അടച്ച് നികുതി അടച്ച് കൈപ്പറ്റിയ പണം, ആ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ ആരോപണങ്ങളായി രംഗത്ത് വന്നത്. അതും ഇപ്പോൾ സുപ്രീം കോടതി എടുത്ത് തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് ശ്രീ മുഹമ്മദ് റിയാസിനെതിരെ മരുമകൻ പ്രയോഗവുമായി അദ്ദേഹം നിരവധി വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടത്തി മുന്നേറുമ്പോൾ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടി UDF-ന്റെയും BJP-യുടെയും നേതാക്കന്മാരടക്കം നടത്തിയ പ്രചരണം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അച്ഛനെതിരായി, അമ്മയ്ക്കെതിരായി, മകൾക്കെതിരായി, മരുമകനെതിരായി, അവസാനത്തെ മകനെതിരെ ഒരു ആരോപണമായിട്ട് വരുന്നു. ഒറ്റ ദിവസം പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അത് ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ ഇനിയും ഇവർക്കേറെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുക, അതിന് CPM-നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുക, CPM-ന്റെ നേതാക്കന്മാരെ ആക്രമിക്കുക, അവരുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുക. കുടുംബാംഗങ്ങളൊക്കെ ഇന്നും വന്ന് പത്രസമ്മേളനം നടത്തുവാനോ മറുപടി പറയാനോ തയ്യാറാകില്ല എന്നത് അവർക്കറിയാം. അതുകൊണ്ട് കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ തന്നെ ആക്രമിക്കുക, അതിനുള്ള തന്ത്രമാണ് കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്, BJP നേതൃത്വം കൊടുക്കുന്നത്. അതിന് വളമിടുന്ന ഒരു സമീപനം മനോരമയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ്. ആ മനോരമയുടെ വാർത്ത ദിവസങ്ങളോളം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പൊക്കിപ്പിടിച്ച് പൊതുസമൂഹത്തിൽ പത്രസമ്മേളനം നടത്തി ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നാം കാണുകയാണ്. പക്ഷെ ഇതിലൊന്നും ഇടതുപക്ഷം ഒരു തെല്ല് പുറകോട്ട് പോകില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം
ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, പ്രകടന പത്രിക കൃത്യമായിട്ട് നടപ്പാക്കുക, പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവ ജനങ്ങളെ അറിയിക്കുക. ഇപ്പൊ നവംബർ 1 ഇനി കേവലം 10-15 ദിവസമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിദരിദ്ര സർവേ പൂർത്തീകരിച്ച് ഒരു ദരിദ്രർ പോലും ഇല്ലാത്ത നാടായി നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് ലോകത്ത് തന്നെ മഹാ നേട്ടമായിട്ട് നമ്മൾ കുതിച്ചു മുന്നേറുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നവർ അതിന്റെ പിന്നെ പോകട്ടെ. ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ഇതെല്ലാം ബോധ്യമായിട്ടുണ്ട്. ജനങ്ങൾ അതിശക്തമായിട്ടുള്ള മറുപടി ഇത്തരം വിഷയങ്ങളിൽ ഇത് ഉന്നയിക്കുന്ന മാധ്യമങ്ങൾക്കും അതുപോലെ വലതുപക്ഷത്തിന് കൊടുക്കുമെന്നതിൽ സംശയമില്ല. ശ്രീ ജയചന്ദ്രൻ, വാർത്തയായി വിളമ്പുന്നത് വാർത്താഭാസങ്ങളാണോ? ഹലോ, ശരത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം, ഒരു ക്ഷമാപണം താങ്കളോടക്കം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, മലയാള മനോരമ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ മീഡിയ ഹൗസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ നടപടിയെ എനിക്ക് ഒറ്റ വാക്കിലെ വിശേഷിപ്പിക്കാൻ അറിയൂ. അത് വാർത്താ വ്യഭിചാരം എന്ന വാക്ക് മാത്രമാണ്. ആ വാർത്താ വ്യഭിചാരമാണ് മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ താങ്കളോടക്കം ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യം തുടങ്ങാം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത് വാർത്താ വ്യഭിചാരമാവുന്നത് എന്ന് പരിശോധിക്കേണ്ടി വരും, വിശദമായി തന്നെ പറയേണ്ടി വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത്തെ, ഈ അരുൺ ഒന്ന് തുടങ്ങി വെച്ചു ഒരു കാര്യം, അത് ബാക്കി കുറച്ചുകൂടെ പറയാനുള്ളത് ഞാൻ പറയുകയാണ്. ഈ 2006 മാർച്ച് മാസം 1-ാം തീയതിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റ് യോഗം ചേരുന്നത്. ആ ക്യാബിനറ്റ് യോഗത്തിലാണ് ലാവലിൻ കേസ് CBIക്ക് വിടാൻ തീരുമാനമെടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. ആ മാസം 31-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിലും തീരുമാനമെടുക്കുന്നത് 2006 മാർച്ച് 1-നാണ്, രാവിലത്തെ ക്യാബിനറ്റ് യോഗത്തിലാണ്. എന്നിട്ട് പിന്നീട് കേസ് നടക്കുകയാണല്ലോ. അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് 2013 നവംബർ മാസം 5-ാം തീയതി CBI സ്പെഷ്യൽ കോടതി തിരുവനന്തപുരം ഈ കേസ് മുമ്പേ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈക്കലയില്ലാതെ എടുത്ത് ദൂരെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ശ്രീ പിണറായി വിജയനെ ആ ചാർജ് ഷീറ്റിൽ തന്നെ കുറ്റവിമുക്തനാക്കുന്നു. FIR തന്നെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് മാറ്റുന്നു. അതാണ് 2013 നവംബർ 5-ന് രാജ്യം കണ്ടത്. വലിയ പ്രമാദമായ വിഷയമായിരുന്നല്ലോ ഈ കേസ്. അതിന് ആ കാര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുമില്ല, സമയവുമില്ല അതിന്. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് 2016-17 ഈ കേസുമായി CBI തന്നെ ഹൈക്കോടതിയിൽ ചെന്നല്ലോ. അക്കാര്യവും അരുൺ പറഞ്ഞു. CBI പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനില്ലെങ്കിൽ ദാ കിടക്കുന്നു ഇത്, CBI സ്പെഷ്യൽ കോടതി പോലെ തന്നെ ഹൈക്കോടതിയും വലിച്ചൊരൊറ്റ ഈറ് കൊടുത്തു. അതങ്ങനെ അവിടുന്നും പോയി. പിന്നീട് സമ്മർദ്ദം സഹിക്കവയ്യാതെ CBI തന്നെ സുപ്രീം കോടതിയുടെ പുറകെ നടക്കുകയാണ്. എന്നിട്ടിപ്പോ സതീശൻ അടക്കം പറയുന്നത്, മാധ്യമങ്ങളടക്കം വിലപിക്കുന്നത്, CPIM-ഉം BJPയും തമ്മിലുള്ള നക്സസിന്റെ ഭാഗമായിട്ടാണത്രേ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. ഈ സുപ്രീം കോർട്ട് ഒബ്സർവർ SCO എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അത് ഞാനതിന്റെ വരിക്കാരനാണ്, ആർക്കും വരിക്കാരനാകാവുന്നതുമാണ്. അപ്പോ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 2024 അവര് കഴിഞ്ഞ വർഷത്തെ മാത്രം സുപ്രീം കോടതിയിൽ പെൻഡിങ് കേസുകൾ അത്രയുണ്ട്. ആ ലക്ഷക്കണക്കാണേ, 10,000 അല്ല കേട്ടോ. അതിന് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കോടതി പോയിട്ടുണ്ടെന്നൊക്കെ എപ്പോഴും വീമ്പിളക്കുന്ന ആളാണല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ അറിവിലേക്ക് ഞാൻ ഇക്കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. സുപ്രീം കോടതി ഒബ്സർവറിൽ നോക്കിയാൽ അറിയാം സുപ്രീം കോടതി എത്ര കേസ് പെൻഡിങ്ങിലുണ്ട്. ഇനി സുപ്രീം കോടതി ഒബ്സർവർ എന്ന് പറഞ്ഞ SCO എന്ന് പറഞ്ഞ പോർട്ടല് CPM-ന്റെ വല്ല വകയാണോ എന്ന് പറഞ്ഞ് പറയാം. ഇയാൾ ഇതിന് കരുതിയിരുന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. സുപ്രീം കോടതി രജിസ്ട്രിയില് ഡോക്കറ്റ് രജിസ്റ്റർ ഉണ്ട്. അത് നോക്കിയാലും മനസ്സിലാവും എത്ര കേസ് പെൻഡിങ്ങിൽ ഉണ്ടെന്നുള്ളത്. അവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതങ്ങനെ നോക്കി മനസ്സിലാക്കാൻ മാർഗമുള്ളൂ. അപ്പോഴാണ് അങ്ങനെ നിൽക്കുന്ന ഒരു കേസിലാണ്
ഇപ്പൊ കാണിക്കുന്നില്ലേ, കയ്യിൽ സ്ക്രീനിൽ കാണിക്കുന്നില്ലേ, ഇത് സ്ഥിരീകരിച്ചു, സമൻസ് അയച്ചു. അതെങ്ങനെയാണ് സർ അയക്കുന്നത്? 2013 നവംബർ 5 CBI സ്പെഷ്യൽ കോടതി തള്ളിയ ഒരു കേസ്, പിണറായി വിജയനെ പരിപൂർണമായും കുറ്റവിമുക്തനാക്കിയ ഒരു കേസ്. അല്ല, ഇത് ശ്രീ ഹൈക്കോടതിയും ജയചന്ദ്രൻ, ഒന്ന് രണ്ട് തള്ളിയ കാര്യങ്ങൾ കേസ്. കൂടിയുണ്ട്. അന്ന് ഈ 2013 CBI പ്രത്യേക കോടതിയുടെ വിധി വരുമ്പോൾ വിചാരണ പോലും കൂടാതെ പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP യോ മോദിയോ അല്ല, മൻമോഹൻ സിംഗ് ആണ്. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് താങ്കൾ പറഞ്ഞ പോലെ അപ്പീലുമായി പോവുകയാണ് CBI പോവുകയാണ്. കാരണം താഴത്തെ കോടതി കുറ്റവിമുക്തനാക്കി വിചാരണ പോലും ഇല്ലാതെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ പിണറായി വിജയനല്ല ഹൈക്കോടതിയിലേക്ക് പോയത് CBI ആണ്. അവിടെയും തള്ളി. താങ്കൾ പറഞ്ഞ പോലെ ഈ ഘട്ടങ്ങളിലൊന്നും, അതായത് അടിസ്ഥാനപരമായി മെറിറ്റിൽ ഈ കേസ് കേട്ട ഒരു ഘട്ടത്തിലും കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസിൻ്റെ UPA സർക്കാർ രാജ്യം ഭരിക്കുന്ന കാലത്താണ്. അതും 2ാം UPA സർക്കാരിൻ്റെ കാലമാണ്. ആ കാലത്താണ് CBI കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറയുന്ന നില പോലും ഉണ്ടായത്. ആ രാഷ്ട്രീയ പ്രാധാന്യം അവിടെ നിൽക്കുന്നു. അപ്പൊ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് പറഞ്ഞ എന്താണെന്ന് അറിയുമോ BJP-ക്കാര്? ഏതാ CBI പ്രത്യേക കോടതി 2013 നവംബർ 5 കേസ് തള്ളുമ്പോ അത് പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡും CPM നേതൃത്വവും തമ്മിലുള്ള അൺഹോളി നെക്സസ് തരാതരം പോലെ പറയുന്നു. അത് തിരിച്ചു പറയുന്നു. ഇപ്പൊ കോൺഗ്രസ് സതീശൻ ഇന്ന് തിരിച്ച ഇവരിത് പറയുന്നു, അന്ന് അവരിത് തന്നെ പറഞ്ഞു, ഇതേ പദം തന്നെ പറഞ്ഞു. എന്റെ സംശയം യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ കോടതികളിൽ എത്തിയിട്ടുള്ള വിധിന്യായത്തെ, ഉത്തരവിനെ, ആ കേസിൻ്റെ പിഴവുകളെ അന്യായമായി പ്രതികരണം. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് അന്വേഷിച്ചതിൽ പിണറായി പ്രതിപട്ടികയിലില്ല, എന്തെങ്കിലും കുഴപ്പം ചെയ്തതായിട്ടില്ല എന്ന് അഡ്മിറ്റ് ചെയ്ത അന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ്, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ എന്നിട്ടും CBIക്ക് ശുപാർശ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേസ് ശരിയായി വിലയിരുത്തപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാതെ അതിനെ മാറ്റിവെച്ചിട്ട് ഇത്തരം പുകമറകൾ നിരന്തരം ഉപയോഗിക്കുക, അതിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രശ്നം അതിൽ തന്നെ ഉള്ളത്. ഈ പിന്നെ നിയമവിരുദ്ധവും ഗുരുതരവും സങ്കീർണവുമായ ഒരു ക്രിമിനൽ പ്രവർത്തനത്തിന്റെ ഭാഗമായ കുറ്റകൃത്യമാണ് ഈ നമ്മൾ ഈ പറയുന്ന, ഇപ്പോ അരുൺ വിവരിച്ചല്ലോ, പ്രെഡിക്കേറ്റീവ് ഒഫൻസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയുന്ന കുറ്റകൃത്യം. അതിൻ്റെതായ അടരുകളുണ്ട്. അതിൽ ഏത് നിലയിൽ വരണമെങ്കിലും ഈ പറയുന്നത് പോലെ അങ്ങനെ ഒഫൻസ് വേണ്ട രാജ്യത്ത് എവിടെയെങ്കിലും. ശരി, ഞാൻ FIR ഇല്ലാത്തൊരു സംഗതി. ഓക്കെ, ഇനി ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിലേക്ക് വന്ന ശ്രീ ജയചന്ദ്രൻ, ഈ പ്രസന്റ് കോണ്ടെക്സ്റ്റിലേക്ക് വന്ന ഒരു സംശയം, ഒരു ചോദ്യം ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് എന്താണ് പൂർത്തിയായിക്കോളൂ. അല്ല ഇത് എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതാണല്ലോ അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനോരമ, ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും നിഷ്ഠൂരമായ ഒരു പണി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒട്ടും മറന്നു പോകാതെ കിടക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഉത്തരവാണ് ശരത്തെ. ആ ഉത്തരവിൽ പറയുന്നു 622.09 കോടി രൂപ പിന്നെ 2018 ഓഗസ്റ്റ് 31 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ MRF-ന് അടിച്ചു കൊടുത്തത്. MRF എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, പിന്നെ അവരുടെ ഓമനപുത്രനാണല്ലോ മനോരമയുടെ. ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത്രയും എന്തുകൊണ്ട് അടിച്ചു കൊടുത്തതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാർക്കറ്റ് ഇന്റർവെൻഷൻ, അനധികൃതമായി ടയറുകളുടെ വില ഉത്പാദിപ്പിക്കാൻ, പിന്നെ ഇതിനു വേണ്ടി ഈ കാർട്ടലൈസേഷൻ വഴി ടയറുകളുടെ വില വർദ്ധിപ്പിക്കുകയും ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുകയും ചെയ്യുക. അതൊരു പ്രശ്നം. അതിൽ നിന്ന് രക്ഷപ്പെടണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അതോടെ വിശദീകരണങ്ങളിലേക്ക് വരുന്നില്ല, അല്ലാതെ തന്നെ പറയാം. രണ്ടാമത്തെ കാര്യമാണ് നാഷണൽ ഹെറാൾഡ് കേസ്. 2000 കോടി രൂപയുടെ ആസ്തി മൂല്യമുള്ള നാഷണൽ ഹെറാൾഡ് കേവലം 50 ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും കൂടെ അടിച്ചു മാറ്റി എന്നുള്ളതാണല്ലോ 2011-12 അന്നും ഭരിക്കുന്നത് ശരത് മുമ്പേ സൂചിപ്പിച്ച അതേ മൻമോഹൻ സിംഗ് തന്നെയാണ് കേട്ടോ. അന്ന് ചിദംബരം കൊടുത്ത കേസ്, ആ കേസ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഇതെല്ലാം രക്ഷിച്ചെടുക്കണം. ആരെ? കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കണം, മനോരമയ്ക്ക് സ്വയം രക്ഷപ്പെടണം. ഇതിനുള്ള പണി കാണുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. ഞാൻ ബിജുവിലേക്ക്. ബിജു,
ബിജു ഏതായാലും ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. ഈ വിഷയത്തെ നിരന്തരമായി ശ്രദ്ധിക്കുന്നയാളാണ്. ഇന്നത്തെ മലയാള മനോരമയുടെ ആ ലീഡ് വാർത്തയുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ ഈ സമൻസിന് ഒരു കാരണം, താഴേക്ക് നോക്കിയാൽ മറ്റതുമാകാം കാരണം എന്ന രീതിയിൽ മറ്റൊരു വിഷയം എന്ന രീതിയിൽ ലൈഫുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഏറ്റവും മുകളിൽ ലാവലിൻ. ഈ അവസ്ഥയിലാണ് ആ ED സമൻസിനെ കാരണം ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു വെച്ചതിൻ്റെ വലിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ അത് മലയാള മനോരമ മാത്രമായി പരിമിതപ്പെടുത്തുന്നുണ്ടോ ബിജുവിൻ്റെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇതിൽ ഈ ED സമൻസിന് കാരണമായി മനോരമയുടെ ഭാഷ്യം ബിജു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്നയും ക്രൈം നന്ദകുമാറും കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണത്രേ ഈ ED സമൻസ് എന്നാണ് മനോരമയുടെ ഭാഷ്യം. ഞാൻ ചോദിക്കുന്നത്, ഈ താങ്കൾ പറഞ്ഞു വരുന്നതിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയേണ്ട ഒരു കാര്യം, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൻ്റെ മറ്റ് ചില ഭാഗങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ചല്ലോ. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുണ്ടോ? കോടതി അത് പരിശോധിച്ചതാണോ? അതുകൂടി പരിശോധിച്ചിട്ടാണോ ഒരു വിചാരണ പോലും ഇല്ലാതെ തന്നെ ആ പട്ടികയിൽ നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കുന്ന സാഹചര്യം CBIയുടെ പ്രത്യേക കോടതി സ്വീകരിച്ചത്, ആ വിധിയിൽ സ്വീകരിച്ചത്? ഇപ്പോഴും മനോരമയുടെ ഭാഷ്യം ഇതാണ്, ഇവരുടെ രണ്ടുപേരുടെ മൊഴി വന്നു, അതുകൊണ്ട് സമൻസ് അയക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ യഥാർത്ഥ കേസിൽ കൃത്യമായി ഇതൊക്കെ വിലയിരുത്തപ്പെട്ടതുകൂടിയാണോ ബിജു? ശരത്ത്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. സത്യത്തിൽ അത് ഉരുണ്ട് കളിയുടെ ഒരു മനോരമ വേർഷനാണ് ഇന്നത്തെ മനോരമയുടെ ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത്. യോദ്ധ സിനിമയിൽ ജഗതി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമുക്ക് ചാരായ ഷാപ്പിന്റെ അപ്പുറത്തെ ഊടുവഴിയിൽ കൂടെയും വീട്ടിൽ പോകാമെന്ന് പറയുന്ന ഒരു രംഗം ശരത്തിന് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെയാണ് ഇന്നത്തെ മനോരമയുടെ ഒന്നാം പേജ്. ആദ്യത്തെ വരി വായിക്കുമ്പോൾ ഇത് ലാവ്ലിനാണെന്ന് തോന്നും, രണ്ടാമത്തെ വരി വായിക്കുമ്പോഴത്തേക്ക് ലൈഫ് മിഷൻ ആണെന്ന് തോന്നും. സത്യത്തിൽ ഇത് മനോരമയ്ക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ്. മനോരമയ്ക്ക് സംഭവിച്ച ഈ അബദ്ധമാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളത് വേറെ വിഷയം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എന്താണ് മനോരമയുടെ ഈ വാർത്തയുടെ സോഴ്സ്? ആരാണ് ഈ സമൻസ് മനോരമയ്ക്ക് കൊടുത്തത്? ആ കൊടുത്ത ആളിനോട് ഇത് ഏത് കേസിലാണെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പൊ ശരത്ത് മാധ്യമ പ്രവർത്തകരാണ്, ഞങ്ങളുമൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുകയും അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു സമൻസ് കിട്ടിയാൽ ഇപ്പൊ 2 വർഷത്തിന് മുമ്പേ കൊടുത്തു എന്ന് ED അവകാശപ്പെടുന്ന സമൻസ് ആണെന്നാണല്ലോ അവർ പറയുന്നത്. ആർക്കാണ് കൊടുത്തത്? എന്തായിരുന്നു കേസ് എന്ന് മനോരമ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇന്നലത്തെ മനോരമയുടെ ഒന്നാം പേജ് നോക്കൂ. ഈ സമൻസിന്റെ തുടർ പ്രവർത്തികൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഒന്നാം പേജിൽ മനോരമ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ്. ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? സത്യത്തിൽ ED ആണ് മറുപടി പറയേണ്ടത്. EDയെ മറുപടി പറയുന്നതിൽ നിന്ന് രക്ഷിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ മനോരമയും തുടർന്ന് വന്ന മാതൃഭൂമിയും പിന്നീടുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇതിലെ യഥാർത്ഥ പ്രതിയെ വെളുപ്പിച്ചെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് ആരുടെ കയ്യിലാണ്? എങ്ങനെയാണ് ഈ സമൻസിന്റെ കോപ്പി മനോരമയിൽ വന്നത്? മനോരമയുടെ ലേഖകൻ ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് സെർവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു സമൻസ് ആണല്ലോ. അതാരാണ് മനോരമയ്ക്ക് കൊടുത്തത്? അല്ല ബിജു, അവർ പറയുന്നത് സർവറിൽ ഈ അതിലേക്ക് പോയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു, ഇപ്പോഴും ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ആ സമൻസിന്റെ മുകളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നു വിവേക് കിരൺ എന്ന്, അതിന്റെ താഴെ കൈകൊണ്ട് എഴുതിയിരിക്കുകയാണ് കെയർ ഓഫ് പിണറായി വിജയൻ എന്ന്. ഇതിങ്ങനെയൊക്കെയാണോ ED ഒരു സമൻസ് സെർവ് ചെയ്യുന്നത്? ആ സമൻസ് സെർവ് ചെയ്യുമ്പോൾ ഇത് ഏത് ഒഫൻസിന്റെ പേരിലുള്ള സമൻസ് ആണ് എന്ന് മനോരമയ്ക്ക് ചോദിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നില്ലേ? അവരത് ചോദിക്കാതെ എങ്ങനെയാണ് അവർ ലൈഫിൽ നിന്ന് കൺക്ലൂഷനിൽ എത്തിയത്? അവർ ആ കൺക്ലൂഷനിൽ എത്തുക മാത്രമല്ല, ഇന്നലത്തെ മനോരമയിലെ ഓൺലൈൻ മനോരമയിലും കാണുന്നത് ലൈഫുമായി ബന്ധപ്പെട്ട ബാക്ക് ഫയലുകൾ മൊത്തം എടുത്തുകൊണ്ട് സാഹിത്യം എഴുതുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അല്ല, അപ്പോഴാണ് അനിൽ അക്കരെ പെറ്റീഷനുമായിട്ട് ബിജു ഇറങ്ങിയത്. പക്ഷേ മാതൃഭൂമി അതിനൊരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് ലാവലിലേക്ക് മാറ്റി. അത് വിശ്വസിച്ചാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ, കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിപക്ഷം പ്രതികരണവുമായി ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താണ്? EDയിൽ നിന്ന് സ്ഥിരീകരണം കിട്ടിയെന്ന് പറഞ്ഞ് മാതൃഭൂമി രംഗത്തിറങ്ങുന്നു. നമ്മൾ പൊതുജനം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? ED സ്ഥിരീകരിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മാതൃഭൂമി പറഞ്ഞത് കൊണ്ട് ED സ്ഥിരീകരിച്ചതാകുമോ? എന്തുകൊണ്ടാണ് ED ഇതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാത്തത്? ED മനോരമയെ വിളിച്ച് ഒരു കാര്യം പറയുന്നു, മാതൃഭൂമിയെ വിളിച്ച് വേറൊരു കാര്യം പറയുന്നു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ED അല്ലേ പറയേണ്ടത്? എന്നിട്ട് EDയെ എല്ലാ തരം ചോദ്യങ്ങളിൽ നിന്നും ഈ 2 പത്രങ്ങളും ഒഴിവാക്കുന്ന കാഴ്ചയല്ലേ നാം കാണുന്നത്? എന്നിട്ട് മൈക്കും നീട്ടിപ്പിടിച്ചും മുഖ്യമന്ത്രിയുടെയും CPM നേതാക്കളുടെയും മന്ത്രിമാരുടെയും പിറകെ നടക്കുകയാണ്. അവരാണോ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്? ഈ സമൻസ് അയച്ച സാഹചര്യം എന്ത്? ഏത് കേസിലാണ് ഈ സമൻസ് അയച്ചത്? എന്താണ് ആ സമൻസിന് സംഭവിച്ചത്
2023 സമൻസ് സെർവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്? തുടർ നടപടികൾ പിന്നീട് എന്തുകൊണ്ട് എടുത്തില്ല? ഈ കാര്യങ്ങളെല്ലാം ഈ നാട്ടിനോട് പറയേണ്ടത്, ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം ED-ക്കാണ്. ആ ED-യെ വെളുപ്പിച്ചെടുക്കുന്ന രണ്ട് മാധ്യമങ്ങളും കൂടി രണ്ട് സൈഡിൽ നിന്ന് യഥാർത്ഥത്തിൽ ED-യെ വെളുപ്പിച്ചെടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഈ കേസ് തുടങ്ങിയത് മുതൽ ഉണ്ടാകുന്ന പാളിച്ചയുടെ അനിവാര്യമായ ഒരു അവസാനം എന്ന് വേണം ഇതിനെ പറയാൻ. 374 കോടി രൂപ ഖജനാവിന് നഷ്ടമായി എന്നൊരു C&AG റിപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഈ കോലാഹലം മൊത്തം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു C&AG റിപ്പോർട്ട് ഉണ്ടോ? C&AG അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? 374 കോടി രൂപ ഖജനാവിന് നഷ്ടമായി എന്ന് C&AG പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. C&AGയുടെ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ ഓൺലൈനിൽ ലഭ്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 374 കോടി രൂപയുടെ ആനുപാതിക നേട്ടം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ആനുപാതിക നേട്ടം ഉണ്ടായില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് മുഴുവൻ നഷ്ടം എന്ന് പറയുന്നത്? അപ്പൊ ഈ കേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ആളുകൾ, ഇതിന് പിറകിൽ നിന്ന് ചരട് വലിച്ച ആളുകൾ, ഇതിന് ഗൂഢാലോചന നടത്തിയ ഉപജാപക സംഘം തുടക്കത്തിൽ തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ആ കണ്ണിയിലേക്ക് ഇപ്പോൾ ED-യും ചേർന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ ആ C&AG റിപ്പോർട്ട് വരുന്ന അതേ ദിവസം തന്നെ വേറൊരു C&AG റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ആ പത്രങ്ങളുടെ, നിങ്ങൾ അന്നത്തെ 2005 ഈ വിവാദം ആരംഭിക്കുന്നത്. 2005 ജൂലൈയിൽ ഈ C&AG റിപ്പോർട്ട് വന്നതിന്റെ അന്നത്തെ 1-ാം പേജും അവസാനത്തെ പേജും നോക്കിയാൽ ഒരു കളി നമുക്ക് കാണാം. ആനുപാതിക നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ച് ഖജനാവിന് 374 കോടി നഷ്ടമുണ്ടായി എന്ന് 1-ാം പേജിൽ ബാനർ ഹെഡ്ലൈൻ കൊടുക്കുന്നു മനോരമയും മാതൃഭൂമിയും. അവസാനത്തെ പേജിൽ നാം നോക്കിയാൽ കുറ്റ്യാടി പദ്ധതിയുടെ ഭാഗമായി 280 കോടിയോ മറ്റോ മൊത്തം നഷ്ടമായി എന്ന് പറയുന്നു. അപ്പൊ ആനുപാതിക നേട്ടം ഉണ്ടാകാത്തത് ഒരു വശത്ത്, ഒരു പദ്ധതിക്ക് മുഴുവൻ മുടക്കിയ തുക അപ്പാടെ ശൂന്യമായി പോകുന്ന, ഒരു ഫലവും കാണാതെ പാഴായി പോകുന്ന വേറൊരു C&AG റിപ്പോർട്ട് അപ്പുറത്ത്. യഥാർത്ഥത്തിൽ ആ C&AG റിപ്പോർട്ടല്ലേ കേരളത്തിൽ ചർച്ചയാകേണ്ടത്? ഇനി ഈ C&AG റിപ്പോർട്ടിലേക്ക് വന്നാലോ, ഈ C&AG റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അന്വേഷിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 2003 കടവൂർ ശിവദാസൻ വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മലബാർ ക്യാൻസർ സെന്ററുമായി അതിന്റെ ഗ്രാന്റിനുള്ള കരാറ് പുതുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത്. C&AG അതിനെ വിശേഷിപ്പിക്കുന്നത് ഡ്യൂ ടു അൺനോൺ റീസൺസ് എന്നാണ്. എന്താണ് ആ കാരണങ്ങൾ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതല്ലേ? അതല്ലേ CBI അന്വേഷിക്കേണ്ടത്? ശരത്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, കോടതിയുടെ മുമ്പിൽ സത്യം പറഞ്ഞാൽ ഈ ക്രൈം നന്ദകുമാറോ കേരളത്തിലെ മാധ്യമങ്ങളോ പ്രചരിപ്പിച്ച ഒരു കാര്യവും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടില്ല എന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യവും വന്നിട്ടില്ല. നിങ്ങളെ CBIയുടെ ഫർദർ എൻക്വയറി റിപ്പോർട്ട് ശരത്തിന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് ഓരോരുത്തരുടെയായി പേര് പറഞ്ഞ് ഈ പറയുന്ന മൊഴി നൽകിയ ദീപക് കുമാർ, ക്രൈം നന്ദകുമാർ, ഇവർക്കൊന്നും പിണറായി വിജയനെതിരെ പറഞ്ഞ ഒരു ആരോപണത്തിനും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ കോടതിയിൽ സമർപ്പിച്ച ഫർദർ എൻക്വയറി റിപ്പോർട്ടിൽ കൃത്യമായി CBI എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്രൈം നന്ദകുമാറിന്റെ മൊഴി 2008 ക്രൈം നന്ദകുമാർ ഈ ആരോപണങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിൽ കൊടുക്കുന്ന മൊഴിയുടെ അവസാനം പറയുന്നത്, എന്നോട് പ്രത്യേകമായി ഇതിനൊക്കെ തെളിവ് ചോദിച്ചാൽ എന്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല എന്നാണ് CBIക്ക് നന്ദകുമാർ കൊടുക്കുന്ന മൊഴി. അതുകൊണ്ട് ഇവര് പറയുന്ന ഈ ഒരു ആരോപണവും CBIയുടെ ചാർജ് ഷീറ്റിലേ വന്നിട്ടുള്ളതല്ല. CBI അത് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് ഈ മൊഴികളെല്ലാം. അന്ന് CBI തള്ളിക്കളഞ്ഞത് കുറ്റപത്രത്തിന്റെ ഭാഗം പോലും ആക്കാതെ CBI തള്ളിക്കളഞ്ഞ ആ മൊഴിയും പൊക്കിപ്പിടിച്ചാണ് ഇവരിപ്പോ ED-യുടെ അടുത്ത് വരുന്നത്. ED-യുടെ അടുത്ത് വന്നിട്ട് ED-യെ കൊണ്ട് ഈ കേസിൽ ED ചെയ്യുന്നത് എന്താണ്? സത്യത്തിൽ രസകരമാണ് ED-യുടെ അവസ്ഥ. നമ്മൾ ഈ സമൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. സത്യത്തിൽ 2021 ഈ കേസിൽ ഇടപെടാൻ ED തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ ED-ക്ക് മുമ്പാകെ ക്രൈം നന്ദകുമാർ 4 തവണ മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ട് എന്നാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ 4ാമത്തെ മൊഴിയും രേഖപ്പെടുത്തിയതിനു ശേഷം ED ആദ്യം നോട്ടീസ് അയക്കുന്നത്, ആദ്യം സമൻസ് അയക്കുന്നത് SNC ലാവലിനാണ്. 2 ദിവസങ്ങളിലായി അവർ മറുപടി പറഞ്ഞു. ആ 2 ദിവസങ്ങളിലായി മറുപടി പറഞ്ഞതിന് ശേഷം SNC ലാവലിന്റെ പ്രതിനിധിയെ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ്, ഇതെല്ലാമായി കൊച്ചിയിലെ ഓഫീസിലെത്താൻ ലാവലിന്റെ ഫിനാൻസ് വിഭാഗം ഡയറക്ടറോട്
ED ആവശ്യപ്പെട്ടു. അപ്പോഴവർ കോടതിയിൽ പോയി. 2023 മാർച്ച് 21 അവർ കോടതിയിൽ പോയി. മാർച്ച് 23 കോടതി കേസ് കേട്ടു. ED-യോട് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ദിവസം വരെ 4 കൊല്ലമായിട്ട് ആ കേസിനകത്ത് ED കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടില്ല. നമുക്കറിയാം ED തോമസ് ഐസക്കിന് സമൻസ് അയച്ച സംഭവം. ആ സമൻസ് ആദ്യം കിട്ടിയത് ആർക്കാ? 2024 ജൂലൈ 17 രാത്രി 10:20 മാതൃഭൂമിയിലെ ബിജു പങ്കജാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രി ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. പത്രക്കാർ ഞങ്ങളോട് വിളിക്കുന്നു, നിങ്ങൾക്ക് സമൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മന്ത്രിയോട് ചോദിക്കുന്നു, മന്ത്രിക്ക് സമൻസ് കിട്ടിയിട്ടില്ല, ആർക്കും അറിയില്ല. പക്ഷേ ബിജു പങ്കജിന് സമൻസ് കിട്ടി. രാത്രി 10 മണിക്ക് വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് തോമസ് ഐസക്കിന്റെ മെയിലിൽ ഈ സമൻസ് വരുന്നത്. അപ്പൊ ED-യുടെ ഒരു രീതി എന്താണ്? ED സമൻസ് അയക്കുന്നത് ആദ്യം കൊടുക്കുന്നത് പത്രക്കാർക്കാണ്. പത്രക്കാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ കക്ഷിക്ക് സമൻസ് സെർവ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ കേസിൽ ഈ സമൻസിന്റെ കാര്യം നോക്കിയാൽ ഇത് കക്ഷിക്ക് കിട്ടിയിട്ടേ ഇല്ല, പക്ഷെ പത്രക്കാർക്ക് കിട്ടി എന്നതാണ് വസ്തുത. ഇതൊക്കെ പൂർത്തിയായിക്കോളൂ ബിജു. അല്ല ബിജു പറഞ്ഞത് അല്ല ഞാൻ ചോദിച്ചത്. പക്ഷേ ഇതെന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം 2025 എന്ന് പറയുന്ന വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. 23 ഒരു സമൻസ്, മനോരമയിലെ മിഥുൻ കുര്യാക്കോസിന് ഇത് ആരാണ് കൊടുത്തത്? ED ഓഫീസിലെ അറ്റൻഡന്റ് ആണോ? അവിടെ ചായ കൊണ്ട് കൊടുക്കുന്ന ആളാണോ? അല്ല, ഞങ്ങൾ സോഴ്സ് വെളിപ്പെടുത്തില്ല സാർ, ഞങ്ങൾക്ക് അതിനുള്ള പ്രിവിലേജ്. സോഴ്സ് വെളിപ്പെടുത്തണ്ട, പക്ഷെ ED പറയണ്ടേ കാര്യം എന്താണെന്ന്? ഇതുപോലൊരു അബദ്ധം മലയാളത്തിൽ ഇപ്പോ നേരത്തെ ശരത്ത് വരദാചാരിയുടെ തലയെ കുറിച്ച് വരദാചാരിയുടെ തലയെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഈ സോഴ്സിനെ കൊണ്ട് ഇതുപോലത്തെ സോഴ്സിന് ആവശ്യപ്പെടുന്ന വാർത്ത ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വാർത്ത കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് സ്വന്തമായി വാർത്ത ഉണ്ടാക്കും. ഈ കാര്യത്തിനകത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ആവുകയാണ്. സോഴ്സിൽ നിന്നൊരു വാർത്ത കിട്ടി, ആ വാർത്ത ഒരു കേസിന്റെ സമൻസ് ആണ്. ആ സമൻസ് ഏതിന്റെ പേരിലാണെന്ന് മനോരമ കഥ ഉണ്ടാക്കി. ഇതാണല്ലോ സംഭവിച്ചത്. വരദാചാരിയുടെ കഥയാണ്, പിന്നെ തലക്കഥയാണെങ്കിൽ ബിജു അതിലേക്ക് വരാം. ഞാനൊന്ന് അരുണിലേക്ക് ഞാൻ വരാം, ബിജുവിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ED-യുടെ ഒരു സമൻസിൻ്റെ രീതി, ഇപ്പോൾ തോമസ് ഐസക്കിന് സമൻസ് അയച്ച ആ അധികകാലമാകാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിജു അത് പറയുമ്പോൾ നമുക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് നോക്കൂ, 23 സമൻസ് അയച്ചു, അത് പുറത്ത് വാർത്തയാക്കുന്നത് 25. അതിൽ തന്നെ അതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സത്യാന്വേഷണമാണ് മിനിമം പണിയെങ്കിൽ, മാധ്യമപ്രവർത്തനത്തിൻ്റെ പണിയെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സമൻസ് അയച്ചിരുന്നു എന്ന് ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയാൽ, നേരത്തെ ബിജു പറഞ്ഞാൽ നിശ്ചയമായും അതിൽ ക്രോസ് ചെക്ക് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതേസമയം ഒരു ഇപ്പോൾ ശബരിമല കേസ് നടക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനായി അതിൽ പ്രതികളാക്കപ്പെട്ടവരെ വിളിക്കുന്നു, നോട്ടീസ് അയക്കുന്നു, വാർത്താ വിവരം കിട്ടുന്നു, നമുക്ക് വേഗത്തിൽ കൊടുക്കാം. പക്ഷേ ഇതല്ല, വർഷങ്ങളുടെ പഴക്കത്തിൽ വരുമ്പോൾ ഇന്നലെ ഒരു സമൻസ് അയച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുന്ന പോലെ കൊടുക്കാൻ കഴിയുന്നതാണോ? അതിലൊരുപാട് സംശയങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കുണ്ടാകും. കാരണം ഇത് സമൂഹത്തോട് പറയുന്നതല്ലേ. ഇതിലേതെങ്കിലും തരത്തിലുള്ള വളരെ കൊളീസീവായിട്ടുള്ളൊരു ഓപ്പറേഷൻ ഉണ്ടോ? നമ്മളെ ഉപയോഗിച്ച് ഒരു കള്ളത്തരം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണോ ഈ ഏജൻസി? ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം രാജ്യത്താകെ നിൽക്കുന്നു. കേരളത്തിൽ തന്നെ കേരളത്തിലൊരു വലിയൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയുടെ ഭാഗമായി നിന്നു. അതിൻ്റെ ഭാഗമായി നിന്ന മാധ്യമങ്ങൾക്കാകെ കൊടുത്ത വാർത്തകൾ നിരന്തരം പിഴച്ചു പോകുന്നത് കേരളം സാക്ഷ്യം വഹിച്ചതാണ്. അപ്പോൾ ആ അനുഭവം വീണ്ടും ഉണ്ടാകരുത് എന്നൊരു തോന്നലുണ്ടായാൽ ഒരു അഭിഭാഷകൻ കൂടിയായ അരുൺ എന്തു പറയും? 2003 ഒരു സമൻസ് 2025 ഒരു സോഴ്സായി വന്നാൽ ചോദിച്ച്, നേരത്തെ ബിജു പറഞ്ഞതുപോലെ പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടോ? ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥപ്പെട്ടവരാണോ മാധ്യമങ്ങൾ ആ നിലയ്ക്ക്? ആ കാര്യത്തിൽ മലയാള മനോരമയാവട്ടെ, മാതൃഭൂമിയാവട്ടെ, ഈ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളാവട്ടെ എത്രമാത്രം വലിയ പരാജയവും പിഴവുമാണ് സമൂഹത്തോട് വരുത്തിയത്? തീർച്ചയായും ഈ കേസിൽ ED-യുടെ വിശ്വാസ്യത ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അതോടൊപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെയും വിശ്വാസ്യത പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇടിഞ്ഞിടിഞ്ഞു വരുന്നതാണ് നാം കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തുന്ന ഒരു ഏറ്റവും യോഗ്യമല്ലാത്ത ഒരു ഏജൻസിയായിട്ട് ED അധംപതിച്ചിരിക്കുന്നു. ED-യുടെ കൺവിക്ഷൻ റേറ്റ് 0.1% താഴെയാണ്. കള്ളപ്പണമാണെന്ന് പറഞ്ഞ് ED കണ്ടെത്തിയ പണം ഇതുവരെ 1% പണം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അതുപോലെ 196 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്ത കേസിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അതുപോലെ പല നേതാക്കന്മാരും BJP രാഷ്ട്രീയത്തിലേക്ക് യോജിക്കാൻ തയ്യാറായപ്പോൾ അവർക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണം പിൻവലിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഈ 2023-24 എന്നൊക്കെ പറഞ്ഞാൽ കരിവെണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ED ഇവിടെ വന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഫയലൊക്കെ എടുത്ത് അങ്ങ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിൽ അവർ സമൻസ് അയച്ചിരുന്നുവെങ്കിൽ ആ സമൻസിന്റെ ഭാഗമായി ആ സമൻസ് കിട്ടിയ ആൾ ഹാജരായില്ല എങ്കിൽ തുടർ നടപടിയുടെ ഭാഗമായി സെലക്റ്റീവ് ലീക്കേജ് അന്ന് തന്നെ പുറത്തു വരുമായിരുന്നു. കാരണം ED ആണല്ലോ ഇവിടെ പല ഘട്ടങ്ങളിലും ED സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബിരിയാണി ചെമ്പുമായി ബന്ധപ്പെട്ട ആരോപണമായി ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള ആരോപണം, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിലെല്ലാം ED വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വാർത്ത വരും. ED ആരെയെങ്കിലും സമൻസ് അയച്ചാൽ ആ സമൻസ് ബന്ധപ്പെട്ട ആൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരും. അവർക്ക് വേണ്ടി പ്രത്യേക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ച് സെലക്റ്റീവ് ലീക്കേജിന് വേണ്ടി EDക്ക് ഒരു സംവിധാനമുണ്ട് എന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അങ്ങനെ സെലക്റ്റീവ് പ്രോസിക്യൂഷനും സെലക്റ്റീവ് ലീക്കേജും തന്നെയാണ് ED രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2023 അത്തരത്തിലൊരു സമൻസ് കൊടുത്തിട്ട് അതിൽ ബന്ധപ്പെട്ടയാൾ വന്നില്ല എങ്കിൽ ആ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ആരോപണങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വന്നതെല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. അതെല്ലാം പുച്ഛിച്ച് കോടതികൾ വരെ തള്ളിയിരിക്കുന്നു എന്നൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കഥ ചമയുന്നത്. അതുകൊണ്ട് ഒരു തരത്തിൽ പോലും ഇത്തരത്തിലൊരു സമൻസ് സെർവ് ചെയ്തതായോ സമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നീക്കം നടത്തിയതായോ നമ്മൾ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തോമസ് ഐസക്കിന്റെ കാര്യം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് സമൻസ് അയക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ആ ചോദ്യം ചോദിച്ചു EDയോട്, എന്താണ് തോമസ് ഐസക്കിന് സമൻസ് അയക്കാൻ കാരണം? അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് 2 മാസം വേണമെന്ന് പറഞ്ഞു. പിന്നെ 3 മാസമായി, 6 മാസമായി, ഇപ്പൊ 1 കൊല്ലായി, എത്ര കൊല്ലായി? ഇതുവരെ എന്തുകൊണ്ടാണ് ശ്രീ തോമസ് ഐസക്കിന് സമൻസ് അയച്ചത് എന്ന് പോലും പറയാൻ EDക്ക് കഴിയാത്തൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ EDയുടെ വിശ്വാസയോഗ്യത ഇതിന്റെ എല്ലാം ഭാഗ്യമാകം നമ്മൾ കാണുന്നു. പിന്നെ മാധ്യമങ്ങൾ, എന്താണ് മാധ്യമങ്ങളുടെ ചുമതല? ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്നല്ലേ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വാർത്ത കിട്ടിയാൽ തന്നെ അതിന്റെ സത്യം കണ്ടെത്തിയല്ലേ വാർത്താ സംപ്രേഷണം ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പൊടുപ്പും തുങ്കലും വെച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകനെതിരെ, കുടുംബത്തിനെതിരെ ഇത്തരത്തിലൊരു വാർത്ത ചമയ്ക്കാമോ? പിറ്റേ ദിവസം ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറയുകയാണ്, ഞങ്ങൾ ഇന്നതാണ് വിചാരിച്ചത്, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത്, അതല്ല ഇതാണ് എന്ന് മറ്റൊരു മാധ്യമം വാർത്തയായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം എല്ലാം വരികയാണ്. അപ്പോ പല ഘട്ടത്തിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഇടപെടൽ ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളെ കബളിപ്പിക്കാനും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റൊന്നും ചർച്ചയാക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് ചർച്ചയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒറ്റ ദിവസം പോലും പൊതുസമൂഹത്തിൽ ചർച്ചയാകില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആളുകളിൽ സംശയമുണ്ടാക്കുക, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണോ ശരി, ഇതാണോ ശരി എന്ന സംശയമുണ്ടാക്കുക. ഇത് തന്നെയാണ് ഈ സത്യാനന്തര കാലത്ത് ശരിയാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വാർത്തകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുക. അതിന്റെ എല്ലാ കൊട്ടേഷനും മനോരമയും മാതൃഭൂമിയും ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ഇത്തരത്തിലുള്ള നെറുകേടുകൾക്കെതിരെ രംഗത്തിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം നാം കാണുന്നു. ഒരു ഭാഗത്ത് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വാർത്തകളുണ്ട്. ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പണപ്പിരിവും, അതുപോലെ അവരുടെ വ്യാജ ഐഡന്റിറ്റി കാർഡ്, അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ സാഹചര്യവും, അതുപോലെ തന്നെ അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്ന വാർത്തകളും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ആരോപണങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും ചർച്ചയാകുന്നില്ല. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF വാക്കുപാലിച്ച് നടത്തിയ മാതൃകാ വികസന പ്രവർത്തനങ്ങൾ നിരവധിയുണ്ട്. അത് ചർച്ചയാകുന്നില്ല. അപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒന്നും ചർച്ചയാകുന്നില്ല. പൊതുസമൂഹത്തിൽ അത് ചർച്ചയാക്കരുത്. മറിച്ചോ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും ഒക്കെ പർവ്വതീകരിച്ച് കാണിച്ച് ചർച്ചയാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ 2 ദിവസം കൊണ്ട് തന്നെ വാർത്ത പൊളിഞ്ഞുപോയി. പക്ഷെ ഇവർ ലക്ഷ്യമിടുന്നത് ജനങ്ങളിൽ സംശയത്തിന്റെ വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായി എല്ലാ തരത്തിലും ഉള്ള ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കന്മാരെ പൊതുസമൂഹത്തിൽ അപമാനിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അവരുടെ കുടുംബത്തെ തന്നെ ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ്. അവർക്കറിയാം ഈ കുടുംബാംഗങ്ങളൊന്നും പൊതുസമൂഹത്തിൽ വന്ന മറുപടി പറയില്ല. ഇപ്പൊ എത്രയോ ആക്രമണം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷെ മകൾ വന്ന് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ. അവസാനം സുപ്രീം കോടതിയാണ് കൃത്യമായി ആ കേസെടുത്ത് തള്ളിക്കളയുന്ന സാഹചര്യം. 10 ലക്ഷം രൂപ കോസ്റ്റ് അടിപ്പിക്കുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിയാം. ഈ മക്കളൊക്കെ നേരിട്ട് വന്ന് പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമില്ല. നമുക്കറിയാം, ഇതുവരെ പൊതുമണ്ഡലത്തിൽ നമ്മൾ അവരെ കണ്ടിട്ടില്ല, ഈ മകനെ കണ്ടിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ക്ലബ് ഹൗസിൽ പോലും വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ക്ലീൻ ഇമേജ് ഉള്ളവരെ
പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ 16 വയസ്സുള്ളപ്പോൾ +2 പഠിക്കുന്ന കാലത്ത് ഉണ്ടായ ലാവ്ലിൻ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു ക്രെഡിബിലിറ്റി നമുക്കറിയാം. ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ച് മാധ്യമങ്ങൾ ഇപ്പൊ 2 മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഇത്തരത്തിൽ ഇന്ന വാർത്ത എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ ആ വാർത്ത സംപ്രേഷണം ചെയ്യാൻ ഇവർ കാണിച്ചിരിക്കുന്ന ഒരു രീതി നമുക്ക് പരിശോധിച്ചാൽ ആ മാധ്യമങ്ങളും ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനമല്ല നടത്തുന്നത്, ജനാധിപത്യത്തിന്റെ 4ാം തൂണല്ല, അധമ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, നേരത്തെ അരുൺ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പൊ സമൻസിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സമൻസ് അയച്ച് കൈപ്പറ്റുന്നതോടെയാണ് സമൻസ് അയച്ചു എന്നത് പറയാനാകൂ. സമൻസിൻ്റെ പ്രോസസ്സ് പൂർത്തിയാകുന്നത് അവിടെയാണ്. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ലീഗൽ പ്രൊസീജിയറിനെ കുറിച്ച് നേരത്തെ അരുൺ വളരെ വ്യക്തമായ അഭിഭാഷകൻ എന്ന നിലയിൽ വെച്ചു. ഇവിടെ നോക്കൂ, ഇന്നലെ മുഖ്യമന്ത്രി വളരെ സ്പഷ്ടമായി പറഞ്ഞ കാര്യം എന്താണ്? അതിലെ കൈപ്പടയിൽ എഴുതിയതും ആകെ ദുരൂഹമായ നിലയിൽ പ്രിൻ്റ് ചെയ്ത് പേര് വെക്കുന്നു, വിവേക് കിരൺ എഴുതി വെക്കുന്നു, പിന്നീട് പേന കൊണ്ട് എഴുതി വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു വളരെ വേഗമായിട്ടൊരു അഡ്രസ്സ് എഴുതി വെക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, മകനും പറഞ്ഞു അവനും കിട്ടിയിട്ടില്ല എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ശേഷവും അടുത്ത ദിവസം ആ തലക്കെട്ട് നോക്കൂ, ED സ്ഥിരീകരിച്ചു, സമൻസ് അയച്ചു. അതെന്ത് സമൻസാണെന്നുള്ളൊരു ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുകയാണ്. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? സമൻസ് കൈപ്പറ്റേണ്ട ആളുകൾക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല, വർഷങ്ങൾക്ക് ശേഷം അങ്ങനൊരു ഒരു കഥ മെനയുന്നു, ഒരു ദുരൂഹത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് നാളിതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറഞ്ഞ രാഷ്ട്രീയ രീതിക്കുമപ്പുറം അദ്ദേഹം വ്യക്തിപരമായ അടക്കം അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിലാകെ എടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ച്, കുടുംബം കൊടുത്തിട്ടുള്ള പിന്തുണയെക്കുറിച്ച്, അവരോരോരുത്തരുടെയും രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ല. അദ്ദേഹം അധികം പറഞ്ഞില്ല. മകളെക്കുറിച്ച് പറഞ്ഞ ഘട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അധികമായി പോകാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ടും ഇന്നലെ ആ മറുപടിയിലൂടെ ഈ മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ മെനക്കെട്ടാലും പണിയെടുത്താലും ജനങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് എന്താവും ശ്രീ ജയചന്ദ്രൻ? ചേർത്ത ഞാനത് ഇന്നലെ തന്നെ ഈ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ പങ്കെടുത്തത് മീഡിയ വണ്ണിലെ ചർച്ചയിലാണ്. ഞാൻ അവിടെ തന്നെ വ്യക്തി തുറന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആണ് ഏർപ്പാട്. അവരൊക്കെ ഉൾക്കൊണ്ടോ? അത് ഞാനത് എന്റെ രീതി അറിയാമല്ലോ, അത് തീർന്നു ഞാൻ തോന്നുകയില്ല. താങ്കളെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കാൻ വേണ്ടി പറഞ്ഞല്ല, കേട്ടാ ചോദിച്ചു പോവാരും. അല്ല അത് എന്നിട്ട് നിവൃത്തിയില്ലാതെ അവസാനം എടുത്തിട്ടത് സ്വപ്ന സുരേഷിന്റെ കാര്യം വരെ എടുത്തിട്ടു. ഞാൻ പറഞ്ഞ ആ സ്ത്രീക്ക് എന്താണ് റിലവൻസ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു. അത് മറ്റൊരു കാര്യം. പക്ഷെ ഈ പ്രശ്നം ഞാൻ അവിടെ തന്നെ നിൽക്കുക, ആ പറഞ്ഞതിൽ തന്നെ നിൽക്കുകയാണ് ചേർത്ത ഈ ഇക്കാര്യത്തിൽ. കാരണം ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആണ് ഈ സമൻസ് പറയുന്ന സാധനം. അതിന് 10 പൈസയുടെ വിലയില്ല. ഞാൻ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യം അടക്കം പറയേണ്ടി വന്നതിനെ മാറ്റി നിർത്തുന്നു. എന്റെ ഈ അഭിപ്രായഗതിയിൽ ഞാൻ അത് മാറ്റി നിർത്തുന്നു. പകരം ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുണ്ടല്ലോ, ഇത്രയും കാലം വന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത് മാത്രം മുൻനിർത്തിയാണ് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മാത്രം കാണുമ്പോൾ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. 2013 നവംബർ 5 തള്ളിക്കളഞ്ഞൊരു കേസ്, പിന്നെ സുപ്രീം കോടതി ഇതുവരെ കൈകൊണ്ട് തൊടാൻ മടിച്ചിട്ടുള്ള കേസ്, എന്തടിസ്ഥാനത്തിലാണ് അതിന് സമൻസ് അയച്ചു എന്നിവർ ഈ പത്രം, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല, ക്ഷമ എങ്കിലും പറയുകയാണ്. വാർത്താ വ്യഭിചാരം, ആ വ്യഭിചാരം എന്തിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെയാണ് പ്രശ്നം. അതിവര് തുടരുന്ന കാലത്തോളം ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ളത് രാഷ്ട്രീയം മാത്രമാണ്. ആ രാഷ്ട്രീയം എന്തുകൊണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് MRFന്റെ കാര്യം, ഒന്ന് നാഷണൽ ഹെറാൾഡിന്റെ കേസ്. ഈ കേസ് ഇതാണ് ഇതിനകത്ത് മോശം നിൽക്കുന്ന കാര്യം. ശരി, ഓക്കെ. ഞാൻ ശ്രീ ബിജുവിനോട് ഒരു കാര്യം കൂടി. ബിജു, ഇപ്പോൾ ഈ കാലത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്താൽ അപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരും, കൃത്യമായി അതിനെ ചലഞ്ച് ചെയ്യും. അതൊരു ശരിയായ നല്ല പ്രവണത തന്നെയാണ്. പക്ഷേ വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയാൽ അത്തരമൊരു അവസരം ഉണ്ടായിരുന്നില്ല. പത്രങ്ങൾ എഴുതി വെച്ചാൽ, പ്രത്യേകിച്ച് മലയാള മനോരമ എഴുതി വെച്ചാൽ അതങ്ങനെയാണ്, അതൊരു സംഭവമാണ്, അതാണ് ശരി എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കൽ കുറേ കൂടി ശക്തമായി കഴിയാൻ. മാതൃഭൂമി മോശമല്ല, ആ കാലം പത്രങ്ങൾക്കുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയിട്ട് കാലങ്ങളായി. പക്ഷേ ആ കാലത്തെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ എങ്ങനെ ആവരുത് മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമല്ലേ. നേരത്തെ ബിജു പറയാൻ വന്നൊരു കാര്യമുണ്ട്. വരദാചാരി കേരളത്തിൻ്റെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അക്കാലത്ത് കേരളത്തിൻ്റെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയനാണ്. താങ്കൾക്ക് ഞാൻ പറയുന്നതിൽ പെശമുണ്ടെങ്കിൽ തിരുത്തി വരികയും ചെയ്യാം.
ആ കാലത്താണ് ലാവ്ലിനുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ ആകെ ഒരു വലിയ വാർത്ത, അല്ലെങ്കിൽ മനോരമയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നൊരു വാർത്ത ഉണ്ടാകുന്നു. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി എഴുതി വെച്ചു. ലാവ്ലിനിൽ ചില വിയോജിപ്പുകൾ ഈ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചതിന് എതിരായി എന്ന മട്ടിൽ അന്നത്തെ ഒരു പത്രവാർത്ത കൂടി കണ്ടുകൊണ്ട് ഞാൻ ബിജുവിലേക്ക് വരാം. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വലിയ പരിശ്രമത്തിനൊടുവിൽ, വലിയ ഗവേഷണത്തിനൊടുവിൽ തന്നെയാണ് അത് തിരുത്തപ്പെട്ടത് എന്ന് കാണുന്നു. ഞാൻ ആ അന്നത്തെ പത്ര കട്ടിങ് ഒന്ന് കണ്ടുകൊണ്ട്, നേരത്തെ നമ്മൾ കണ്ടതാണ്, കാനഡ കരാർ എതിർത്ത സെക്രട്ടറിക്ക് തലയ്ക്ക് തകരാറെന്ന് പിണറായി എഴുതി. ബിജുവിന് നല്ല ഓർമ്മയുണ്ടാവും. ബാക്കി ബിജുവിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്താൽ അതങ്ങ് പൂർണ്ണമാവും. അല്ല, ഇവര് ഒരു കൊട്ടേഷൻ ടീമിന്റെ ഭാഗമാണ് എന്ന് തെളിയിക്കുന്നതാണ് ആ വാർത്ത. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ഇത് 2003, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2003 മാർച്ച് 8-നാണ് ഈ വാർത്ത വരുന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ കട്ടിങ് ഇല്ല. 2003 മാർച്ച് 8 എന്നാണ് എന്റെ ഓർമ്മ. അതിനും 6-7 വർഷം മുമ്പ് സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഫയലിൽ ധനകാര്യ സെക്രട്ടറി വനദാചാരിക്കെതിരെ പിണറായി വിജയൻ ഒരു പരാമർശം നടത്തുന്നു. അത് അന്ന് പത്രവാർത്ത വന്നത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ അങ്ങനെ എഴുതിയെന്നാണ്. അപ്പൊ ആ IAS ഉദ്യോഗസ്ഥൻ 7 വർഷമായി പക മനസ്സിൽ സൂക്ഷിച്ച് ഇത് ലാവ്ലിൻ വിവാദമുണ്ടായപ്പോ മലയാള മനോരമയിലെ ഒരു ലേഖകനെ കൂട്ടുപിടിച്ചിട്ട് ഇത് ലാവ്ലിൻ കരാർ താൻ എതിർത്തതിന് പ്രതികാരമായിട്ടാണ് ഫയലിൽ ഇങ്ങനെ എഴുതിയത് എന്നൊരു വാർത്ത പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ആ കാര്യം, ആ വാർത്തയെ പരാമർശിക്കുമ്പോൾ നമ്മൾ മലയാള മനോരമയ്ക്ക് ഒപ്പം പരാമർശിക്കേണ്ടത് വരദാചാരിയെ കൂടി തന്നെയാണ്. വരദാചാരി പിന്നീട് പോയി CBIക്ക് മൊഴി കൊടുക്കുന്നുണ്ട്. CBI ആ മൊഴിയെക്കുറിച്ച് പറയുന്നത് എന്തെന്നറിയാമോ? ഇപ്പൊ ശ്രീ പിണറായി വിജയനോടും ഇതേക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹം സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഫയലിലാണെന്നാണ് എന്റെ ഓർമ്മ എന്ന് മൊഴി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CBIയുടെ കണ്ടെത്തൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ, അതായത് ഈ ഫയൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല, 2 ഫയലും കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷെ തങ്ങൾ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ വിശ്വസിക്കുന്നു എന്നാണ് CBI അതിനകത്ത് ഫൈൻഡിംഗ് ആയി എഴുതിയത്. അപ്പൊ അന്വേഷണം ഏത് തരത്തിലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ തുടർച്ചയായി നമ്മളിപ്പോ ഇന്നത്തെ ഈ മനോരമയിലേക്ക് വരുമ്പോ, ഇന്നത്തെ മനോരമയിലേക്ക് വരുമ്പോ നേരത്തെ ജയചന്ദ്ര സാറ് സ്വപ്ന സുരേഷിന്റെ കാര്യം പറഞ്ഞു. 2013 ലാവ്ലിനുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ M ശിവശങ്കർ നശിപ്പിച്ചു എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വപ്ന മൊഴി കൊടുത്തു എന്നാണ് മലയാള മനോരമ 1-ാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2008 അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ച് 2013 ആ ചാർജ് ഷീറ്റ് തന്നെ വലിച്ചു കീറി കളഞ്ഞതിന് ശേഷമാണ് 2013 തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന മൊഴിയുമായി സ്വപ്ന അവതരിക്കുന്നത്. ഇതൊക്കെ വിശ്വസിച്ച് ഒരു പത്രം 1-ാം പേജിൽ ഒരു വാർത്ത അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പത്രം ഈ ക്രൈം നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അശ്ലീല പ്രസിദ്ധീകരണത്തെക്കാൾ താഴെയാണ്, തരം താണ മാധ്യമ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ബിജു, ഒരു കാര്യം കൂടി വളരെ ക്യുക്കായി എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം അതിനു മുമ്പ്. അതായത് ഈ പറഞ്ഞ മലയാള മനോരമയുടെ 2003 അത് പിന്നീട് കാലങ്ങളോളം പ്രതിപക്ഷം അന്നത്തെ UDF എല്ലാ യോഗങ്ങളിലും ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് ഇതാണ്. ഇത് വെച്ചാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം, ആ മാധ്യമ നുണ പൊളിച്ചതിലൊരു വലിയ അധ്വാനം ഉണ്ടല്ലോ. ആ റിസർച്ച്, ആ വഴികൾ കൂടി ഒന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഗുണമായിരിക്കും. നുണ പൊളിച്ചത് കൈരളിയും ദേശാഭിമാനിയും തന്നെയാണ് ആ നുണ പൊളിച്ചത്. അതിനുശേഷം ഈ നുണ ആവർത്തിക്കാൻ അവർ തയ്യാറായില്ല. അതുപോലെ തന്നെ ഈ ക്രൈം നന്ദകുമാർ ഉണ്ടാക്കിയ ഒരു കഥയാണ് പിണറായി വിജയന്റെ ഭാര്യ കമല ടീച്ചറുടെ പേരിൽ സിംഗപ്പൂരിൽ ഒരു കമ്പനി ഉണ്ട് എന്നത്. അത് ക്രൈം നന്ദകുമാർ ആരോപിക്കുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. PT തോമസ് ഇത് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിയമസഭയിൽ പ്രസംഗിച്ച് PT തോമസ് ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ക്രൈം നന്ദകുമാർ നുണ നിർമ്മിക്കുന്നു, എന്നിട്ട് അയാൾ അത് കത്തുകളായി, പരാതികളായി കോടതികളിലേക്കും CBI പോലുള്ള അന്വേഷണ ഏജൻസികൾക്കും അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അയച്ചു എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വാർത്ത വരുന്നു. അത് വായിച്ച് വിശ്വസിച്ച് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും നേതാക്കന്മാർ ഇത് നാട് നീളം മൈക്ക് കെട്ടി പ്രചരണം നടത്തുന്നു. ഇത് തന്നെയല്ലേ ഈ EDയുടെ സമൻസിന്റെ കാര്യത്തിൽ നാം കാണുന്നത്. ഞാൻ ചോദിച്ചത് അത് മനസ്സിലായി. അതായത് ഇതേ കാലയളവിൽ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ബീഡി തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ എതിർപ്പുന്നയിച്ച ഘട്ടത്തിലും മറ്റും അന്നത്തെ സഹകരണ മന്ത്രി കൂടിയായ പിണറായി വിജയൻ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു, എടുത്ത ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ അതേപടി
പിന്നീട് വർഷങ്ങളോളം നിങ്ങളൊക്കെ പത്രങ്ങൾ തപ്പി പഴയകാല പത്രങ്ങളൊക്കെ തപ്പി ചെന്നപ്പോൾ ഒരു പത്രത്തിൽ നിന്ന് സവിശേഷമായ ആ വാർത്ത കിട്ടിയ ഒരു അനുഭവമില്ലേ? ഇത് വെച്ചിട്ടല്ലേ സത്യത്തിൽ ആ വാർത്ത ഇത് തപ്പിയെടുത്തത് ഞാനല്ല. അല്ല, അന്നത്തെ കാലമാണ് ഞാൻ പറഞ്ഞത്. കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് കിട്ടിയത് പക്ഷെ എനിക്കല്ല. അത് പക്ഷെ അതില് രസകരമായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് കൈരളിയിലൂടെ പറയാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും അങ്ങനെ തപ്പിച്ചെന്നപ്പോഴാണ് മറ്റൊരു പത്രത്തിൽ വളരെ ചെറിയ വാർത്തയായത് കിടക്കുന്നു അല്ലേ? അല്ല, മറ്റൊരു പത്രത്തിലല്ല. അതിനകത്തുള്ള സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ആ ദിവസത്തെ പത്രം മാത്രം അപ്രത്യക്ഷമായി എന്നുള്ളതാണ് അതിനകത്തുള്ള കൗതുകം. അതായത് കേരള കൗമുദിയിലെ കെ ബാലചന്ദ്രനാണ് ആദ്യമായി ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ തൊട്ട് പിറ്റേന്നുള്ള ദിവസങ്ങളിലാണ് മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഈ വാർത്ത വരുന്നത്. ഈ വാർത്ത തപ്പിച്ചെല്ലുമ്പോ ഈ ഒരു ദിവസത്തെ പത്രങ്ങൾ മാത്രം ചില ലൈബ്രറികളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ശരി. അപ്പോൾ ഏതായാലും എത്ര വലിയ പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പണികളെ പഴയ കാലത്ത് തുറന്നു കാട്ടാൻ എടുക്കേണ്ടി വരുന്ന വലിയ പരിശ്രമങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പുതിയ കാലത്ത് നവമാധ്യമങ്ങൾ അതിശക്തമായി ആ ഉത്തരവാദിത്വം. മാധ്യമങ്ങളിൽ ഇപ്പോൾ ധാരാളം ആളുകൾ ഈ പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസത്തിനപ്പുറമൊന്നും ഇത് ഓടാൻ സാധ്യതയില്ല. അല്ല, അത്തരത്തിൽ പണിയെടുക്കുന്ന നവമാധ്യമങ്ങളിൽ വളരെ ശക്തമായി ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ബിജുവിനെ പോലെയുള്ള ആളുകൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓരോ പ്രവർത്തനത്തെയും, അതുമാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെയും ശ്രദ്ധിക്കുന്ന നിലയ്ക്ക് കേരളത്തിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അരുൺ, ഈ ചർച്ച നമുക്ക് അതിവേഗം അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. ഈ ചർച്ചയിലാകെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അവസാനമായി പറഞ്ഞു നിർത്താൻ തോന്നുന്നൊരു കാര്യം, ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഈ മാധ്യമ പ്രവർത്തനത്തിന് പരമാവധി ഒരു ദിവസത്തെ ആയുസ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് മാധ്യമങ്ങൾക്കും വേണം എന്നാണോ പറയാൻ തോന്നുന്നത്? എന്തു തോന്നുന്നു? ഇവർ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകരുത് എന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആ വിവാദങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച പോകണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ലോകത്തിന് മാതൃകയായിട്ട് പട്ടിണിരഹിത കേരളം, അതായത് അതിദരിദ്രരില്ലാത്ത കേരളത്തെ പ്രഖ്യാപിക്കുന്ന ദിവസം അടുത്തു വരാൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിൽ സമാനതകളില്ലാത്ത മാതൃക ഉയർത്തിപ്പിടിക്കുന്ന, മറ്റെങ്ങും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന കേരളത്തിലെ വികസന പ്രവർത്തനത്തിന്റെ ഈ അജണ്ട, സാമൂഹ്യ സുരക്ഷയുടെ ഈ നേട്ടങ്ങൾ ചർച്ചയാകരുത്. ഇത്തരത്തിലൊരു വാർത്ത സൃഷ്ടിക്കുക. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ നിരവധി ദിവസങ്ങൾ ഇതോടും, വീഡിയോ ആയും ക്ലിപ്പായും അതുപോലെ തന്നെ ട്രോളായിട്ടും എല്ലാം ഉപയോഗിക്കും. പ്രത്യേകിച്ച് UDF BJP പ്രൊഫൈലുകളെല്ലാം വലിയ തരത്തിൽ ആഘോഷിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ കുറേ ദിവസത്തേക്കുള്ള വാർത്തകൾ സൃഷ്ടിച്ച് ഇട്ടുകൊടുക്കുക, ഇതിപ്പോ കഴിയുമ്പോഴേക്കും അടുത്ത വാർത്ത സൃഷ്ടിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു കനകോലു സിദ്ധാന്തം, ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നിരിക്കുന്നു. ഇതിലും വലിയ വാർത്തകൾ വരാൻ, കള്ളവാർത്തകൾ, വ്യാജ വാർത്തകൾ ഇവർ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളവാർത്തകളെ പൊളിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിര കൂടി കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ബോംബ് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ, പല ബോംബുകളും വന്ന് മടിയിലിരുന്ന് പൊട്ടിപ്പോകുന്നു, കയ്യിലിരുന്ന് പൊട്ടുന്ന കാഴ്ച കാണുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല ബോംബുകളും വരുമെന്ന പ്രതീക്ഷയോടെ തന്നെ ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് അവരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ച് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക എന്ന ഉത്തരവാദിത്വം ഇടതുപക്ഷം നിർവഹിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ അതിവേഗം ശ്രീ ജയചന്ദ്രൻ, അതായത് ഈ കാര്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇത് ഏറ്റെടുത്തു പാടുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തിരിച്ചടി വളരെ യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിയാൻ അവർ തയ്യാറാകേണ്ടതുണ്ട് എന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല ശരത്, എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും നീചമായ ഇൻസിഡന്റുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇതിനേക്കാളും നീചമായ ആക്രമണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കരുതിയിരിക്കുക തന്നെ വേണം. അതാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പാഠം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ബിജു, സമയം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഈ ചർച്ചയുടെ അവസാനം എത്തിയിരിക്കും. പക്ഷേ ബിജുവിന്റെ ഞാൻ ഈ ന്യൂസ് ബുള്ളറ്റ്, ശരി, ഞാൻ ബിജുവിന്റെ ന്യൂസ് ബുള്ളറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചത് ഇതേ പ്രോസസ്സ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ അക്കമിട്ട് ഇഴപിരിച്ച് ഓരോന്ന് പറയുമ്പോൾ ആദ്യം ചെയ്തത് മീഡിയ വണ്ണും മറ്റും അവരുടെ പരിപാടിയിലൂടെ ദാവൂദും മറ്റും ചെയ്ത കാര്യങ്ങളിലെ വാസ്തവവിരുദ്ധമായ കളവായ കാര്യങ്ങൾ, ഇതാണ് കളവ്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു വരുന്ന പല പരിശ്രമങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ന്യൂസ് ബുള്ളറ്റ് ആദ്യമായി ശ്രദ്ധിച്ചത്. അതേക്കുറിച്ച് ദീർഘമായി സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ലെങ്കിലും എന്ത് പറയുന്നു ബിജു? നമുക്ക് നിർത്താം വേഗം. ഇതൊരു യുദ്ധമാണ്.
ആ യുദ്ധത്തിനകത്ത് നീതിയുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത്, ഇടതുപക്ഷം നിൽക്കുന്നത്. ആ നീതിയുടെ പക്ഷത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇത്തരം നുണപ്രചരണങ്ങളെ കഴിയാവുന്നത്ര തുറന്നു കാണിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കേണ്ടത്. അത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. നിശ്ചയമായും ആ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ നവമാധ്യമങ്ങൾ വളരെ ശക്തമായി തന്നെ പലതരം പ്രശ്നങ്ങളും യോജിപ്പും ഒക്കെ നമ്മൾക്ക് നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ കഴിയുമ്പോഴും ഇത്തരം ശരിയായ നിരീക്ഷണങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു പോകുന്ന ഒരു ശക്തമായ ധാര നവമാധ്യമങ്ങളിൽ ഉണ്ട് എന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ശരിയായി മനസ്സിലാക്കേണ്ടതാണ്. വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സത്യാന്വേഷണം മിനിമത്തിലെങ്കിലും ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇട്ടുതരുന്ന കടലാസുകളിൽ കൊത്തി സ്വന്തം വിശ്വാസ്യത ഇതുപോലെ ഇല്ലാതാക്കാൻ അധികം മെനക്കെടാതിരുന്നാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രമേൽ പൊളിഞ്ഞടുങ്ങിയ വാർത്തകളുമായി കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളിൽ കേരളത്തിന് മുമ്പിൽ, ലോകമെമ്പാടുമുള്ള മലയാളിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. വളരെയധികം നന്ദി മൂന്ന് പേർക്കും സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.